തിരുവനന്തപുരം നെടുമങ്ങാട് പോലീസുകാരെ ആക്രമിച്ച ഗുണ്ടാസംഘം. ആക്രമണത്തിൽ നെടുമങ്ങാട് സ്റ്റേഷനിലെ 2 എസ്ഐമാർക്കും ഒരു സിവിൽ പോലീസ് ഓഫീസർക്കും പരിക്കേറ്റു. കരിപ്പൂർ സ്വദേശി അനീഷിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. വിവരങ്ങൾ നൽകാൻ RB സനൂപ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സനൂപ്, എപ്പോഴാണ് ഈ സംഭവം നടന്നത്? പോലീസുകാർക്ക് പരിക്കുണ്ടോ? രശ്മ, രാത്രി 9 മണിയോടുകൂടിയാണ് പോലീസുകാർക്ക് നേരെ നെടുമങ്ങാട് വെച്ച് ആക്രമണം ഉണ്ടാകുന്നത്. കാപ്പ കേസ് പ്രതി കൂടിയായിട്ടുള്ള നെടുമങ്ങാട് കരിപ്പൂർ സ്വദേശി അനീഷിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. ഈ അനീഷിന്റെ സഹോദരി പുത്രന്റെ 1ാം പിറന്നാളായിരുന്നു. അതിന്റെ ആഘോഷത്തിന് വേണ്ടി ഗുണ്ടകൾ ഒത്തുകൂടി. ഇവിടെ പോലീസ് എത്തുന്ന സമയത്തായിരുന്നു പോലീസിന് നേരെ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത്. നെടുമങ്ങാട് സ്റ്റേഷനിലെ 2 എസ്ഐമാരായിട്ടുള്ള സന്തോഷ് കുമാർ, ഓസ്റ്റിൻ എന്നിവർക്കും ഒരു പോലീസുകാരനും ഒരു സിവിൽ പോലീസ് ഓഫീസറിനുമാണ് പരിക്ക് പറ്റിയത്. ഗുണ്ടകളുമായിട്ടുള്ള മൽപിടുത്തത്തിനിടെയാണ് പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുള്ളത്. ഇന്നലെ തന്നെ ഈ ബർത്ത്ഡേ ആഘോഷം ഈ ഗുണ്ടകളെ വിളിച്ച് നടത്തരുതെന്നുള്ള ഒരു മുന്നറിയിപ്പ് അനീഷിന് പോലീസ് നൽകിയിരുന്നു. പക്ഷേ അത് അവഗണിച്ചുകൊണ്ടാണ് ഇന്ന് രാത്രി 9 മണിയോടുകൂടി ഈ ബർത്ത്ഡേ ആഘോഷം സംഘടിപ്പിച്ചത്. തുടർന്ന് പോലീസ് ഇവിടെ എത്തിയപ്പോഴാണ് 20 അംഗ സംഘം പോലീസിനെ ആക്രമിച്ചത്. നിലവിൽ അനീഷ് ഉൾപ്പെടെ 8 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് നടത്തുകയാണ്. രേഷ്മ, സനൂപ്, ഈ പോലീസ് സംഘത്തിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു? കുറച്ച് പോലീസുകാരാണ് ആദ്യം ഇവിടേക്ക് എത്തിയത്. SIയും അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസേഴ്സും മാത്രമാണ് ആദ്യ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഈ പോലീസിന് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടാണ് പിന്നെ CIയും സംഘമൊക്കെ എത്തിയത്. CIക്ക് നേരെയും ചെറിയ തോതിൽ ഈ അക്രമി സംഘം ആക്രമണം നടത്തുകയുണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടില്ല. പക്ഷേ ഈ 2 എസ്ഐമാരായിട്ടുള്ള സന്തോഷ് കുമാറിനും ഓസ്റ്റിനും അതുപോലെ മറ്റൊരു സിവിൽ പോലീസ് ഓഫീസർക്കുമാണ് നിലവിൽ ഇപ്പോൾ കൈക്കും മറ്റുമൊക്കെ പരിക്ക് പറ്റിയിട്ടുള്ളത്. രേഷ്മ, ശരി സനൂപ്, തിരുവനന്തപുരത്ത് നെടുമങ്ങാടാണ് പോലീസുകാരെ ഗുണ്ടാസംഘം ആക്രമിച്ചത്. ആക്രമണത്തിൽ നെടുമങ്ങാട് സ്റ്റേഷനിലെ 2 എസ്ഐമാർക്കും ഒരു സിവിൽ പോലീസ് ഓഫീസർക്കുമാണ് പരിക്കേറ്റിരിക്കുന്നത്. കരിപ്പൂർ സ്വദേശി അനീഷിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. 8 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ഇപ്പോൾ തെരച്ചിൽ തുടരുകയാണ്. RB സനൂപാണ് വിവരങ്ങൾ നൽകിയത്.